നെയ്മർ എന്ന് പറയുന്ന കളിക്കാരന് പരിക്കുകളുടെ നായകനായി മാറിയതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ റീസൺ എന്തായിരുന്നു അറിയോ? അദ്ദേഹത്തിൻ്റെ ആ സ്കില്ലായിരുന്നു. നെക്സ്റ്റ് മൊമെൻ്റ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് പോലും കളിക്കാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അപൂർവമായിട്ടുള്ള സാമർഥ്യമുള്ളതാണ്. ഞങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നെയ്മറിനെ പൂട്ടിയേ തീരൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ആ കളിക്കാരനെ വേട്ടയാടുന്നത്. ഒരുപക്ഷെ സർജറി ചെയ്യാത്ത ശരീരത്തിൻ്റെ പാർട്ടില്ല എന്ന് പറയേണ്ടി വരുന്ന രീതിയിൽ ഇഞ്ചുറിയിലായി പോയിട്ടുള്ളതാണ്. ഏകദേശം 2.5 വർഷത്തിലേറെ കളിക്കളത്തിലിറങ്ങാതെ ആ ബ്രസീലിന് വേണ്ടി ഒരിക്കൽ കൂടി ആ ബൂട്ടൊന്ന് കെട്ടാൻ പറ്റുമെന്ന് മാത്രമായിരുന്നു ആ മനുഷ്യൻ. ഗാലറിയിൽ ഇരുന്നിട്ട് തൻ്റെ കൂടെ കളിക്കുന്ന കളിക്കാർക്ക് ആവേശം പകരാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വീണെടുത്ത് നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ പേരാണ് ആക്ച്വലി നെയ്മർ ജൂനിയർ. കളത്തിലിറങ്ങാഞ്ഞിട്ട് പോലും ലോകം മുഴുവൻ തന്നെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു പൊന്തുവലായി എന്നും നമ്മൾ ഓർക്കപ്പെടുക തന്നെ ചെയ്യും.